ഹലോ ഹായ് വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വിഭവം എന്ന് പറഞ്ഞാൽ ഒരു മധുരമായാലോ, പാൽ കൊഴുക്കട്ട. അപ്പോൾ പാൽ കൊഴുക്കട്ട എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് പഞ്ചസാരയിൽ വേണമെങ്കിൽ പഞ്ചസാരയിൽ ചെയ്യാം, ശർക്കരയിൽ വേണമെങ്കിൽ ശർക്കരയിൽ ചെയ്യാം, ഇനിയിപ്പം നമ്മുടെ പനങ്കൽക്കണ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ശർക്കരയിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. നമ്മുടെ പാൽ കുഴക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 250 ml കപ്പിന് 1 കപ്പ് അരിപ്പൊടി, അതായത് വറുത്ത അരിപ്പൊടി ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് നല്ല ചൂടുള്ള വെള്ളം വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളവും ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ ഇത് നന്നായിട്ട് വെട്ടിത്തിളക്കണം. വെട്ടിത്തിളക്കുന്ന അതിലേക്ക് പൊടിയിടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക, ഇല്ലെങ്കിൽ വെള്ളം നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് പകർത്തിയാലും മതി. ഈ പൊടിയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുള്ളൂ. നമ്മൾ ഇതിനകത്ത് മധുരം ചേർക്കുന്നതാണ്. എന്നാലും നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഉപ്പ് ഇപ്പം ചേർത്തിരിക്കുന്നത്. നമ്മുടെ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കുറേച്ച് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം കൂടി പോകരുത്. നമ്മുടെ പൊടിയുടെ നനവിന് ആവശ്യമായത്, അതായത് നമുക്ക് ഇനി ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പരുവത്തിനെ വെള്ളം ചേർക്കാവുള്ളൂ. ഈ നനവ് മതിയാവും. നമ്മളിങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റണം. ചൂടോടുകൂടെ പിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഉരുണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത്രയും വെള്ളം മതിയാവും. നമുക്ക് ഈ നനവ് മതി. ഇനി നമുക്കൊരു ശകലം ശർക്കര കൂടെ ഉരുക്കാൻ വയ്ക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് പൊടിക്ക് ഒരു 100 ഗ്രാം ശർക്കര ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളത്തിലാണ് ഉരുകാൻ വെച്ചിരിക്കുന്നത്. അത് നൂൽപ്പരുവ ഒന്നും ആകണ്ട, വെറുതെ ഒന്ന് ഉരുകി കിട്ടിയാൽ മതിയാവും. നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിലേക്ക് നമുക്കൊരല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉരുട്ടുമ്പോൾ ഒന്ന് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഒരല്പം എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. എള്ള് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. സ്വല്പം മാത്രമേ എള്ള് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒരു 1/4 ടീസ്പൂണോളം എള്ള് ചേർത്താൽ മതിയാവും. എള്ളും നെയ്യും ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ചൂടോടുകൂടെ തന്നെ അതൊന്ന് കുഴച്ചെടുക്കാൻ നോക്കണം. കൈ പൊള്ളരുത്. കൈ പിടിക്കാവുന്ന ചൂടിനായിരിക്കണം നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. ഗ്ലാസ് ഉണ്ടെങ്കിൽ ഗ്ലാസ് വെച്ചിട്ട് നമുക്കിങ്ങനെ കുഴച്ചെടുക്കാവുന്നതാണ്. വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കുഴക്കട്ട ശരിയാവത്തില്ല. അലുന്നലുന്നും പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ പിടിക്കുന്ന ഷേപ്പിലൊന്നും അത് കിട്ടത്തില്ല. നമുക്ക് ഒരു 1/2 കപ്പ് തേങ്ങയുടെ ആവശ്യമുണ്ട്. അത് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. നമുക്ക് നമ്മുടെ കൊഴുക്കട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ളത് ഒന്ന് ഉരുട്ടിയെടുക്കാം. വളരെ ചെറിയ ഉരുളകളാക്കി വേണം ഉരുട്ടിയെടുക്കാനായിട്ട്. ഈ പരുവത്തിൽ ഉരുട്ടിയെടുക്കാം. ക്രാക്കൊന്നും ഇല്ലാതെ വേണം നമ്മൾ ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ. നമുക്കെല്ലാം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. നമ്മളിങ്ങനെ ഉരുട്ടി വരുമ്പോൾ കുറച്ച് അധിക നേരം നമ്മൾ ഉരുട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും. ഒട്ടിപ്പിടിക്കുന്ന സമയത്ത് നമ്മളൊന്ന് കൈ ഇടയ്ക്കൊന്ന് നനച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മുടെ കൈ ഒന്ന് തുടയ്ക്കണം. തുടച്ചതിന് ശേഷമേ പിന്നെ ഇതുപോലെ പിടിക്കാൻ തുടങ്ങാവുള്ളൂ. വെള്ളത്തോടുകൂടി നമ്മൾ പിടിക്കാൻ ശ്രമിക്കരുത്. അത് ചിലപ്പം നമ്മുടെ ഇതിൻ്റെ യഥാർത്ഥ നനവിനേക്കാളും കൂടുതലായിപ്പോവും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. ഇടയ്ക്ക് നനച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ നെയ്യൊന്ന് കയ്യിൽ തൂത്തിട്ട് അങ്ങനെയും പിടിക്കാൻ ശ്രമിക്കാം. പക്ഷെ കൈ നനച്ചു കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ പെർഫെക്ഷൻ കിട്ടാൻ നല്ലത്. നമ്മുടെ കൊഴുക്കട്ടയ്ക്കുള്ളതെല്ലാം ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. കണ്ട, ഒരു ക്രാക്ക് പോലും വീഴാതെയാണ് ഞാൻ ഉരുട്ടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഉരുട്ടിയെടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് വേണ്ടത് ഒരു സോസ് പാനാണ്. ഒരു പാൻ എടുത്തിട്ട് നമ്മുടെ നേരത്തെ നമ്മൾ തേങ്ങ അരച്ചിരുന്നില്ലേ, ആ അരച്ചത് സോസ് പാനിനകത്തോട്ടാക്കാം. അര കപ്പ് തേങ്ങയിൽ 1/4 കപ്പ് വെള്ളം ചേർത്ത്
നന്നായിട്ട് അരച്ചെടുക്കണം. നിങ്ങൾക്ക് ഇതിന് പകരം തേങ്ങാപ്പാൽ വേണമെങ്കിലും ചേർക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു 2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ 2.5 കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് ഇതിനകത്തേക്ക്, തേങ്ങയുടെ അരച്ച കൂട്ടിലേക്ക്. നമ്മുടെ തേങ്ങ അരച്ചതിലേക്ക് വെള്ളം ചേർത്ത് നമ്മൾ തിളയ്ക്കാൻ വെച്ചിരുന്നില്ലേ, അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഇച്ചിരി കൂടെ ഒന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മുടെ കൊഴുക്കട്ടയ്ക്ക് പിടിച്ചു വെച്ചിരിക്കുന്നത് ഇതിനകത്തോട്ട് ഇടത്തുള്ളൂ. നമ്മൾ പിടിയൊക്കെ തയ്യാറാക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഈ കൊഴുക്കട്ട തയ്യാറാക്കുന്നത്. തിളച്ച് വരുന്ന തേങ്ങാക്കൂട്ടിലേക്ക് ഒരല്പം നെയ്യ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ പൊടിയിൽ നെയ്യ് ചേർത്തിട്ടുണ്ട് എങ്കിൽ പോലും നമ്മൾ തേങ്ങ അരച്ച കൂട്ടിലേക്കും കൂടെ അത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ പിടിച്ചു വെച്ചിരിക്കുന്ന ഈ കൊഴുക്കട്ട അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്നിച്ചിടരുത്, ഒന്നിച്ചിട്ടാൽ കട്ട കെട്ടി ഇരിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് ഓരോന്നോരോന്ന് പെറുക്കിയിടാം. എല്ലാം കൂടെ ഒന്നിച്ചിടണ്ട, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത ഉടനെ നമ്മൾ ഇത് ഇളക്കരുത്. ഇട്ട് കൊടുത്ത ഉടനെ ഇളക്കിയാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതെല്ലാം ഉതിർന്ന് നമ്മുടെ തേങ്ങ അരച്ച കൂട്ടിലേക്ക് അങ്ങ് ആയിപ്പോകും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു 2-3 മിനിറ്റോളം അത് ഈ നന്നായിട്ട് ഈ തേങ്ങയുടെ കൂട്ട് കിടന്ന് നന്നായിട്ട് തിളച്ച് അതൊന്ന് വേകണം. അതിന് ശേഷം മാത്രമേ നമ്മൾ സ്പൂണായാലും തവി ആയാലും ഒക്കെ ഇട്ടൊന്ന് ഇളക്കാൻ പാടുള്ളൂ. അപ്പം ഇതിവിടെ ഇരുന്ന് ഒന്ന് തിളക്കട്ടെ. പാൽക്കൊഴുക്കട്ട തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അതായത് ഇപ്പോൾ ദേ ഒന്നേലൊന്ന് തൊടാതെ വിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ടാണ് പിടിച്ചെങ്കിലും നമ്മൾ ഇതിലെടുത്ത് ഇട്ട് കഴിയുമ്പോൾ ഇച്ചിരി കൂടെ അതൊന്ന് വീർക്കും. അപ്പം അതുകൂടെ കണ്ടുകൊണ്ട് വേണം നമ്മളിത് ഉരുട്ടിയെടുക്കാനായിട്ട്. ഇനി ഇതിവിടെ കിടന്നൊന്ന് വേകട്ടെ. ഞാനൊരു ചെറിയ പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടി, അതായത് നമ്മുടെ കൊഴുക്കട്ടയ്ക്ക് എന്താ പറയുക, അതിൻ്റെ ആ തിക്നെസ് ഇല്ലാതെ കിടക്കുമല്ലേ ഇപ്പം. ഇതിന് കൊഴുപ്പില്ലല്ലോ, നമ്മൾ തേങ്ങയുടെ അരപ്പിൽ മാത്രം കിടന്ന് വേകുന്നതാണ്. അപ്പം ഇതിന് കൊഴുപ്പില്ല. അപ്പം ഇതിന് കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇതിനകത്തോട്ട് കലക്കി ചേർക്കുന്നത്. അപ്പം ഇത് കലക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ പച്ചവെള്ളത്തിലല്ല കലക്കുന്നത്, തേങ്ങാപ്പാലിലൊന്ന് കലക്കി, അതായത് തലപ്പാൽ പിഴിഞ്ഞെടുത്തിട്ട് അതിൽ നിന്നുള്ള പാലിലാണ് നമ്മളിത് കലക്കി ചേർക്കുന്നത്. ഇനി നിങ്ങൾക്ക് അതെല്ലാം നോർമൽ വെള്ളത്തിൽ വേണമെങ്കിലും ഇത് കലക്കി ചേർക്കാവുന്നതാണ്. ഇത് കട്ട പിടിക്കാതിരിക്കാനാണ്. നമ്മൾ ഡയറക്റ്റ് അതിലേക്ക് ഇടുവാണെങ്കിൽ കട്ട പിടിക്കും. ഇത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കലക്കി എടുക്കുന്നത്. നമ്മുടെ അരിപ്പൊടി തേങ്ങാപ്പാലിൽ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വിട്ട് കൊടുക്കണം. ഇളക്കി വിട്ടിട്ട് വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടി കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. അരിപ്പൊടി കലക്കിയത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കൈ എടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടുക്കി പിടിക്കും. കണ്ടോ, അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു പാൽക്കൊഴുക്കട്ട നന്നായിട്ട് കൊഴുകൊഴുത്ത ഇതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വീണ്ടും നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതായത് നമ്മുടെ അരിപ്പൊടിയുടെ പച്ച ചൊവയൊക്കെ ഒന്ന് മാറി വരണം. നമ്മുടെ അരിപ്പൊടിയുടെ പച്ച ചൊവയൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 3/4 കപ്പിന് കൂടുതലുണ്ട് ശർക്കരപ്പാനി എടുത്തിരിക്കുന്നത്. പക്ഷെ മധുരത്തിനനുസരിച്ച് മാത്രമേ ഞാനിത് ചേർത്ത് കൊടുക്കത്തുള്ളൂ. ഒരുപാട് മധുരം ഇവിടെ ആവശ്യമില്ല. അതുകൊണ്ട് നോക്കിയതിന് ശേഷം ബാക്കി മധുരം ഞാൻ ചേർക്കും. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇനി ഇത് ഒന്നുകൂടെ നമ്മുടെ ശർക്കരപ്പാനിയായിട്ട് ഒന്ന് മിക്സായി വരണം.
ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം ചുക്കും ഏലക്കയും കൂടെ പൊടിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം ചുക്ക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതായത് ചുക്കും ഏലക്കയും കൂടെ ഞാൻ ഒന്നിച്ച് പൊടിച്ച് വെച്ചതാണ്. അത് ആദ്യം ചേർത്തു. അതിനുശേഷം ഒരു ലേശം ചുക്ക് പൊടി ഞാൻ സെപ്പറേറ്റ് ചേർത്തതാണ്. അത് വേണമെങ്കിൽ മാത്രം നിങ്ങൾ സെപ്പറേറ്റ് ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഒന്നിച്ച് പൊടിച്ചത് തന്നെ ചേർത്താൽ മതി. എങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചുക്കും ഏലക്കയും അതിനകത്ത് ചേർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഫ്ലേവർ ഒന്ന് അതിലേക്ക് നന്നായിട്ട് കിട്ടും. അതിനു വേണ്ടി മാത്രമാണ് അങ്ങനെ ചേർക്കുന്നത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്തതിന് ശേഷം ഇതേ ചൂട് നിൽക്ക ചെയ്ത് തന്നെ നമുക്ക് ഒരു 1/2 കപ്പോളം ഒന്നാം പാല്, തേങ്ങയുടെ ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രയാണോ ലൂസ് വേണ്ട നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. ഉണ്ടോ, നമ്മുടെ പാൽ കുഴക്കട്ട വളരെ വേഗം റെഡി ആയിട്ടുണ്ട്. ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ തിളയ്ക്കരുത്. അഥവാ നിങ്ങൾ സ്റ്റവ് ഓഫ് ചെയ്ത് മറന്നു പോയാലും ഒന്നാം പാല് ചേർക്കുമ്പോൾ തിളയ്ക്കാൻ പാടില്ല. ഈ ചൂട് മതിയാവും. അതുകൊണ്ടാണ് നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം ഒന്നാം പാല് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.